നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് മുനിയറയിലെ കേബിൾ TV നടത്തിക്കൊണ്ടിരുന്ന തോമസ് ചേട്ടൻ. നമുക്കറിയാം, ഇവിടെ ഒത്തിരി സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ. തോമസ് ചേട്ടൻ്റെ സ്മരണാർത്ഥമാണ് പെട്ടെന്നുണ്ടായൊരു അസുഖത്തിൽ 1 മാസം കൊണ്ട് തന്നെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം തോമസ് ചേട്ടനുണ്ടായി. അങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ പേരിൽ മേഖലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കേരള വിഷനും എല്ലാം കൂടി ആലോചിച്ച് ഒരു ഭവനം നിർമ്മിച്ച് നൽകണം എന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് തോമസ് ചേട്ടൻ്റെ കുടുംബത്തോട് നമ്മൾ ഈ കാര്യം ആവശ്യപ്പെടുകയും ഒരാളെ അവർ കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭവനം, ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഭവനം നമുക്ക് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞത്. 3.5 സെൻറ്റ് സ്ഥലം മാത്രമാണ് അവർക്കുള്ളത്. വേറെ ഒരു വരുമാനവും ഇല്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് സംഘടന ഈ കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കേരള വിഷൻ കേരളമൊട്ടാകെ നടപ്പിലാക്കുന്ന ചാരിറ്റി പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഭവനം നിർമ്മിച്ചു നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊക്കയാറ്റിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, കേരള വിഷൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭവനം നിർമ്മിച്ച് നൽകി. കേരളമൊട്ടാകെയുള്ള പാവപ്പെട്ട സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ്സുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ തോമസ് ചേട്ടൻ്റെ പേരിൽ തന്നെ അവിടെയും റോഷി സാറ് തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ചെക്ക് ഉപ്പുതോട്ടിലെ ഒരു സ്കൂളിൻ്റെ പുനരുദ്ധാരണത്തിനായി ഏറ്റുവാങ്ങിയത്. അങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ അവർക്ക് കിട്ടുന്ന 10 പൈസ ഈ നാട്ടിൽ തന്നെ ചാരിറ്റിയായും ഈ നാട്ടിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കുമൊക്കെ കൊടുക്കുമ്പോൾ മറ്റു കുത്തക കമ്പനികളൊക്കെ ഡിഷും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട്. ആ പൈസകളെല്ലാം ഇന്ത്യയുടെ ഈ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്കും രാജ്യത്തിൻ്റെ പുറത്തേക്കുമാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മളുണ്ടാക്കുന്ന പൈസ നമ്മളിവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഏതാണ്ട് 50,000-ഓളം ആളുകൾക്ക് കേരളത്തിൽ പ്രത്യക്ഷമായിട്ടും ഏതാണ്ട് 1 ലക്ഷം അടുത്ത ആളുകൾക്ക് പരോക്ഷമായിട്ടും ഈ പ്രസ്ഥാനം ജോലി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓപ്പറേറ്ററുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാതിരിക്കാൻ ഏറ്റവും മികച്ച ഒരു ഓർമ്മക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് തണലായി ഒരു വീട് നൽകുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംരംഭത്തിലേക്ക് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും അതോടൊപ്പം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും സംയുക്തമായി ചേർന്ന് ഇങ്ങനെയൊരു കൊച്ചു ഭവനം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതാണ് 3 അടിസ്ഥാന ആവശ്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പാർപ്പിടം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിന് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് അവരുടെ ഒരിക്കലും നടക്കാത്ത ഏറ്റവും വലിയ സ്വപ്നമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായൊരു വീട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ഇടുക്കി ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയുടെ നേതാക്കന്മാർക്കും സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ തിരക്കുകൾക്കിടയിലും ഈ വേദി പങ്കിടുവാൻ, ഈ ചടങ്ങ് പങ്കിടുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ നന്മ നിറഞ്ഞ ഒരു ദിവസമാണിത്. ഒരു സ്ഥാപനത്തിൻ്റെ മികവ് അതിൽ ജോലി ചെയ്യുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും കരുതലോടെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. തോമസ് ചേട്ടൻ്റെ നിര്യാണം, ആ ഓർമ്മ നിലനിർത്താൻ ആഗ്രഹിച്ചത് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു സ്വരമാണ്. ഇതൊരു വലിയ മാതൃകയാണ്. ആ ഓർമ്മകൾ നിലനിൽക്കുമ്പോഴാണ് ഈ സ്ഥാപനവും ഇത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ മഹത്വം ലഭിക്കത്തക്ക വിധത്തിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതൊരു സാധു കുടുംബത്തിന് തലചായ്ക്കൊരു ഇടം കൊടുക്കത്തക്ക വിധത്തിൽ അത് രൂപപ്പെടുത്തിയപ്പോൾ
അതിനിരട്ടി മധുരമുണ്ട്. മനോഹരമായൊരു വീട് ഈ റോഡിൻ്റെ തീരത്ത് നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചതിലൂടെ ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ അതിൻ്റെ പ്രവർത്തനത്തിലെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ചാനലിൽ വാർത്തകളാക്കി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന താല്പര്യത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമാണ് ഞങ്ങളും എന്ന് ഏറ്റുപറയാൻ കഴിയത്തക്ക വളർച്ച നേടി ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന കേരള വിഷൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒട്ടേറെ വിഷയങ്ങൾ ഇതൊക്കെ നമുക്ക് പല വിധത്തിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാം വാർത്തകൾ വരും. അത് സ്വാഭാവികമാണ്. നെഗറ്റീവായിട്ട് വരുന്ന വാർത്തകളെ അപഗ്രഥിക്കാനും പോസിറ്റീവായിട്ട് വരുന്ന വാർത്തകളിൽ സന്തോഷിക്കാനും കഴിയണം. ആ വാർത്തകളിൽ സത്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കലാണ്. അതിനോട് വിരക്തി തോന്നേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. അതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഫലമായിട്ടുള്ള റിപ്പോർട്ടിംഗാണ്. ആ റിപ്പോർട്ടിങ്ങിന് എന്നും അർത്ഥം കൊടുക്കും, അത് കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചിട്ടുള്ളത്. അവിടെ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായി ഞങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള മാനസിക വളർച്ച നിങ്ങൾ ഓരോരുത്തർക്കും കഴിഞ്ഞതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തട്ടെ. ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങൾ ഓരോരുത്തരെയും കാണാനും വീണ്ടും ഒന്ന് പരിചയം പുതുക്കാനും അതോടൊപ്പം ഒരു പുണ്യകർമ്മം നിർവഹിക്കുവാൻ എനിക്ക് അവസരം നൽകിയതിലും ഈ സംഘാടകരോടും നിങ്ങളോടുമുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഹൃദയപൂർവ്വം ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. വളരെ അഭിമാനകരമായ ഒരു കർത്തവ്യമാണ് ഇടുക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പ്രവർത്തകരിവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന കേരള വിഷൻ എന്ന കമ്പനി കേരളത്തിലെ നമ്പർ 1 ആയത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ അവരുടെ എന്നും ഈ പ്രസ്ഥാനത്തോടുള്ള ഒരു കൈത്താങ്ങ്, അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ കമ്പനിക്ക് ഇങ്ങനെ വളരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനവും കമ്പനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ജീവനക്കാരെ കൂടി സംരക്ഷിക്കുന്ന പദ്ധതികളുമായിട്ടാണ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ ചെലവുകളും അതുപോലെ തന്നെ മരണാനന്തര സഹായവും ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായ പദ്ധതികൾ അസോസിയേഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്. മാത്രമല്ല, സംഘടനയുടെ മുഖ്യ ആസൂത്രണനും അതുപോലെ തന്നെ മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്ന NH അൻവറിൻ്റെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള NH അൻവർ ട്രസ്റ്റ്, ആ ട്രസ്റ്റിൻ്റെ ഒരുപാട് പരിപാടികൾ, പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും ഒക്കെ ഉൾപ്പെടെ കുറേയേറെ പരിപാടികൾ സംഘടനയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. കേരളത്തിലെ ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭവനരഹിതരുടെ എണ്ണം കുറവാണെങ്കിലും ഇനിയും നല്ലൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത്തരത്തിലുള്ള വളരെ അർഹമായ ഒരാളെ കണ്ടെത്തി ഇത്ര മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ബിസിനസ് സംഘടന എന്നുള്ള നിലയ്ക്ക് അസോസിയേഷന്, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായി അസോസിയേഷന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതും ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. ആ നിലയ്ക്ക് ഈ പ്രവർത്തനങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി എല്ലാവിധ ഇതിന് നേതൃത്വം കൊടുത്ത ഈ
ഇടുക്കി ജില്ലയിലെ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂന്നാറിലെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ ഓപ്പറേറ്ററുടെ കുടുംബത്തിന് കേരള വിഷൻ ചെയ്തു നൽകുന്ന കുടുംബസഹായ നിധിയാണ് ജനറൽ സെക്രട്ടറി കൈമാറുന്നത്. 3 ലക്ഷം രൂപയുടെ ചെക്ക്. അടുത്തതായി വ്യക്തിപരമായി നമ്മുടെ പാപ്പൻ്റെ ഒരു ഉപഹാരം. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ ഈ സമൂഹത്തിലെ സാധാരണ ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേബിൾ ടി വി വിതരണ രംഗത്തായാലും ഇൻ്റർനെറ്റ് വിതരണ രംഗത്തായാലും ഇന്ത്യയിലെ ആകമാനമുള്ള മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിച്ച് തനതായ രീതിയിൽ സാധാരണക്കാരന് ചുരുങ്ങിയ നിലവിൽ ഇത്തരം സർവീസുകൾ കൊടുക്കാൻ കേരള വിഷനും കേരള വിഷൻ്റെ ഓപ്പറേറ്റർമാർക്കും കഴിയുന്നുണ്ട്. അത് ഈ സമൂഹവും ജനങ്ങളും നൽകുന്ന പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ അതിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്ന് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സഹായങ്ങൾ ഞങ്ങൾ നൽകി വരികയാണ്. അതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഇന്ന് ഇവിടെ ഈ കൊച്ചു വീട് നൽകി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ഓർമ്മക്കായി നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇടുക്കി ജില്ലയിലെ ആ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച മുഴുവൻ ഓപ്പറേറ്റർമാരെയും ആ കുടുംബാംഗങ്ങളെയും അത് നൽകിച്ച് കുടുംബാംഗങ്ങളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുടുംബാംഗമായിരുന്നു തോമസ് ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടിമാലി മേഖലയിലെ ഏത് പരിപാടി ഉണ്ടെങ്കിലും സനീഷ് പറഞ്ഞതുപോലെ തോമസ് ചേട്ടൻ സംഘടനയുടെ എല്ലാ പരിപാടികളിലും ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമായിരുന്നു. തോമസ് ചേട്ടൻ്റെ വേർപാട് ഞങ്ങൾക്ക് വളരെ വേദനയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ തോമസ് ചേട്ടൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്യണമെന്ന് അടിമാലി മേഖലാ കമ്മിറ്റി തീരുമാനിക്കുകയും ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരള വിഷൻ്റെ കൂടെ സഹായത്തോടെയാണ് ഈ പേര ഇവിടെ ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. അതിൽ തോമസ് ചേട്ടൻ്റെ കൂടപ്പിറപ്പുകൾ ആത്മാർത്ഥമായി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. നാളുകളിലും കേരള വിഷൻ കേരളത്തിലെ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടുക്കിയിൽ തന്നെ കൂട്ടിക്കൽ പ്രളയത്തിൽ തകർന്ന കൊക്കയാറ്റിൽ ഒരു വീട് നിർമ്മിച്ച് നടക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം, ആ ദുരന്തത്തിൽ നമ്മളിൽ നിന്ന് ഒട്ടനവധി പേർ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അവർക്ക് സഹായഹസ്തവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അവിടെയും ഓടിയെത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു തുക ഞങ്ങൾ സംഭാവന ചെയ്തു കഴിഞ്ഞു. ഇനിയും വയനാടിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായി ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. നാളുകളിൽ സനീഷ് പറഞ്ഞതുപോലെ കേരളത്തിലുണ്ടാവുന്ന ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെട്ട് വേണം പോകാൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം വന്ന് പോകുമ്പോഴും അവർ കൊണ്ടുപോകുന്ന ഓരോ പൈസയും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഓരോ പൈസയും വെളിയിലേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് പോകുമ്പോൾ കേരള വിഷനെ പോലെ നാട്ടിലെ അറിയപ്പെടുന്ന ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓപ്പറേറ്ററായിരുന്ന തോമസ് ചേട്ടൻ കളക്ട് ചെയ്യുന്ന പൈസ 200-280 രൂപ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ മുനിയറയിൽ തന്നെ ചെലവാകുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിന് വേണ്ടിയാണ് ആ പണം ചെലവാകുന്നത് എന്നുള്ളൊരു ബോധ്യമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. തോമസ് ചേട്ടൻ്റെ ഓർമ്മകൾ എന്നും ഈ മുനിയറയിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീട് പണി തീർത്തിട്ടുള്ളത്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അടിമാലി മേഖലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓപ്പറേറ്ററായിരുന്ന തോമസ് ചേട്ടൻ്റെ അകാല നിര്യാണത്തിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി എന്തെങ്കിലും ചെയ്യണമെന്ന്
അടിമാലി മേഖലയിലെ ഓപ്പറേറ്റർമാർ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുകയും ആ വിവരം തോമസ് ചേട്ടൻ്റെ കൂടപ്പിറപ്പായ തങ്കച്ചേട്ടനുമായിട്ട് പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി കേരള വിഷൻ ന്യൂസ് ചെയർമാനും മീഡിയ ആൻഡ് MD-യുമായ ശ്രീ സിബ് സാറിനോട് സംസാരിച്ച് കേരള വിഷൻ്റെയും COAയുടെയും സംസ്ഥാനതല നേതാക്കന്മാരുമായി സംസാരിച്ച് ഈ ഒരു പ്രൊജക്റ്റിന് അംഗീകാരം വാങ്ങിച്ചു തരികയായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ പൂർത്തിയായപ്പോൾ ഇതിൻ്റെ എല്ലാ മുഖ്യമായ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിച്ച COAയെയും കേരള വിഷനെയും നന്ദിയോടെ ഈ സമയം അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് എല്ലാവിധ പിന്തുണയും തന്ന് കട്ടയ്ക്ക് തന്നെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തോമസ് ചേട്ടൻ്റെ കൂടപ്പിറപ്പായ തങ്കച്ചേട്ടനെയും പ്രത്യേകം സ്മരിക്കുകയാണ്. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 4 ചുമരുകളോ ഒരു മേൽക്കൂരയോ മാത്രമല്ല, അതൊരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ലോകമാണ്. കേരള വിഷൻ്റെ ദീർഘമായ ഒരു ചിന്തയും കരുണയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഭാഗമായിട്ട് ഇന്നൊരു പാവപ്പെട്ട കുടുംബത്തിന് അങ്ങനെ ഒരു ഭവനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം കിട്ടിയിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ സഹകരിച്ച COAയുടെ എല്ലാ അംഗങ്ങളെയും ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. അവരുടെ സഹായവും പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി ഈ കറക്റ്റ് സമയബന്ധിതമായിട്ട് നമുക്കിത് പൂർത്തീകരിക്കുവാൻ സാധിക്കില്ലായിരുന്നു. COAയുടെയും കേരള വിഷൻ്റെയും പ്രവർത്തനഫലമായിട്ട് ഇന്ന് ലഭിച്ച ഈ വീട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അവർക്ക് സുരക്ഷിതവും സമാധാനവുമായ ഒരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള വിഷൻ ഈ സാമൂഹിക പ്രതിബദ്ധത കാണിച്ചത് പോലെ തന്നെ നമുക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നിരാലംബരായ ആൾക്കാരോട് നമുക്ക് കരുണ കാണിക്കാനായിട്ടൊരു മനസ്സുണ്ടാകണം. നമ്മുടെ വീട് ഇത്രയും മനോഹരമായി നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഇത്ര നന്നായി ചെയ്തു തന്ന ഇക്കായ്ക്ക് നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകുന്ന ഒരു ഉപകാരം.